വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. അമേരിക്കൻ കോടീശ്വരനായ ഹെൻറി ഫോർഡിനോട് ഒരു സ്നേഹിതൻ ചോദിച്ചു, ഈ വലിയ വ്യവസായ സംരംഭം ആഗോളവ്യാപകമായി വളർത്തിയെടുക്കുവാൻ വളരെയധികം ആകുലപ്പെട്ടിട്ടില്ലേ എന്ന്. ഫോർഡിൻ്റെ മറുപടി, ഇല്ല. എന്തുകൊണ്ടെന്നാൽ എൻ്റെ കാര്യങ്ങൾ നടത്തി തരുന്നത് ദൈവമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് എൻ്റെ ആലോചനകളും ഉപദേശങ്ങളും ആവശ്യമില്ല എന്നും എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് സകലതിൻ്റെയും ചുമതല ഞാൻ ദൈവത്തെ ഫലമേൽപ്പിച്ചു. പിന്നെ ഞാൻ എന്തിന് ആകുലപ്പെടുന്നു? ആകുലപ്പെടാത്തവരായി ആരും തന്നെയില്ല. ആകുലപ്പെടുന്നവരോടുള്ള സങ്കീർത്തനക്കാരൻ്റെ ചോദ്യം, എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്തിന്? സങ്കീർത്തനം 42:5, 11, 43:5. യേശുക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് വിഷാദമൂകത അനുഭവപ്പെടുമോ? അനുഭവപ്പെടാം. എന്നാൽ ഈ സാഹചര്യങ്ങളിൽ നമ്മെ ധൈര്യപ്പെടുത്തുവാൻ ദൈവം കൂടെ ഉണ്ടെന്ന സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ആകുല ചിന്തകൾ ഉണ്ടാകുന്നു? ഇന്ന് സങ്കീർത്തനക്കാരൻ നൽകുന്ന മറുപടിയാണ് സങ്കീർത്തനം 42:9 വാക്യം, 43:2 വാക്യം. ദൈവം എന്നെ തള്ളിക്കളഞ്ഞു എന്നും ദൈവം എന്നെ മറന്നു എന്നും ഉള്ള ചിന്തയാണ് വിഷാദമൂകത ഉളവാക്കുന്നത്. ദൈവം തൻ്റെ മക്കളെ മറക്കുമോ? ഒരിക്കലും മറക്കില്ല. മിസ്രൈമ്യ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനം ഊഴിയവേല നിമിത്തം ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവരെ മറക്കാതെ, തള്ളിക്കളയാതെ, അടിമത്തത്തിൽ നിന്നുമുള്ള അവരുടെ മോചനത്തിനായി മോശയെ നിയോഗിച്ചവനാ നമ്മുടെ ദൈവം. ദൈവം നമ്മുടെ നിലവിളി കേൾക്കണമെങ്കിൽ ദൈവത്തോടുള്ള നമ്മളുടെ ബന്ധം ശക്തമാക്കണം. സങ്കീർത്തനം 42:1 വാക്യം കർത്താവുമായിട്ടുള്ള ബന്ധം ശക്തമാക്കുവാൻ ശ്രമിക്കുന്ന സങ്കീർത്തനക്കാരൻ്റെ പ്രാർത്ഥനയാണ്. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. മാനിൻ്റെ ഓട്ടം നീർത്തോട്ടിലേക്കാ. ദൈവം തനിക്കായി ശേഖരിച്ചു വച്ചിരിക്കുന്ന വെള്ളത്തിനരികത്തേക്കാ മാൻ ഓടുന്നത്. ആ വെള്ളം അനുഭവിപ്പാനുള്ള ഓട്ടം, അതെ, ദൈവം നമുക്കായി വൻ കാര്യങ്ങളെ ഒരുക്കി വച്ചിരിക്കുന്നത് അനുഭവമാകണമെങ്കിൽ അത് ലഭിക്കുമെന്നുള്ള നിശ്ചയത്തോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലണം. ദൈവം നമ്മെ ഒരിക്കലും കൈവിടുകയില്ല എന്ന് വാക്ക് തന്നിട്ടുണ്ട്. ഇസ്രായേൽ ദൈവത്തോട് മറുതലിച്ചു, അനുസരണക്കേട് കാണിച്ചു. എങ്കിലും ദൈവം പറയുന്നത്, ഇസ്രായേലെ, ഞാൻ നിന്നെ മറന്നു കളയുകയില്ല. യെശയ്യാവ് 44:21. 49:15 പറയുന്നത്, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ നമ്മെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവം ഉണ്ട് നമ്മോടൊപ്പം. പിന്നെ എന്തിന് നാം ആകുലപ്പെടുന്നു? നമ്മിലുണ്ടാകുന്ന ആകുല ചിന്തകളിൽ നിന്ന് നമുക്കെങ്ങനെ വിടുതൽ ലഭിക്കും? ഒന്ന്, കഴിഞ്ഞ കാലങ്ങളിലെ ദൈവിക നടത്തിപ്പിനെ കുറിച്ച് ഓർക്കണം. അതായത് മുൻകാലങ്ങളിൽ ദൈവത്തിന് ലഭിച്ച നന്മകളെ ഓർക്കണം. ആ ഓർമ്മ നമ്മളുടെ ആത്മാവിനെ ശക്തീകരിക്കും. പലപ്പോഴും നാം ഓർക്കുവാൻ ശ്രമിക്കുന്നത് ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളെയാണ്. ആ ഓർമ്മ നമ്മെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. നാം ഓർക്കേണ്ടത് ദൈവത്തിന് ലഭിച്ച നന്മകളെയാണ്. തിന്മകളല്ല, നന്മകളെ എണ്ണണം. എണ്ണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, തിന്മകളെക്കാൾ എത്രയോ മടങ്ങ് നന്മകളാണ് ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നത്. ആ അറിവ് നമ്മെ വിഷാദമൂകതയിൽ നിന്ന് വിടുവിക്കും. 2, വർത്തമാനകാല അനുഭവങ്ങളെ പ്രതിഷ്ഠിക്കണം. സങ്കീർത്തനം 42:8 എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നുണ്ട്. തൻ്റെ പ്രതിഷ്ഠയുടെ സൂചനയാണ് ഇത്. തൻ്റെ ജീവിതത്തെ സമ്പൂർണ്ണമായി ദൈവ നിയന്ത്രണത്തിൽ വിട്ടുകൊടുക്കുന്നതിനാൽ വർത്തമാനകാല അനുഭവങ്ങളെ ദൈവം അനുവദിച്ചു നൽകിയതായി സങ്കീർത്തനക്കാരൻ കാണുന്നു. അതുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ
നിന്റെ നീർച്ചാട്ടങ്ങളെന്നും നിന്റെ ഓളങ്ങളും തിരമാലകളുമെന്നും ഈ സങ്കീർത്തനത്തിൽ പറയുന്നത്. തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തിക്താനുഭവങ്ങളിലും ദൈവത്തിൻ്റെ സർവാധിപത്യം കാണുവാൻ കഴിഞ്ഞതിനാൽ ദൈവഹിതപ്രകാരം ആണ് ജീവിതത്തിൽ എല്ലാം നടക്കുന്നത് എന്ന നിശ്ചയം തന്നിലുണ്ടാകുന്നു. ഈ നിശ്ചയമാണ് നമുക്കും വേണ്ടത്. അതായത് ദൈവം അറിയാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. നമ്മുടെ തലയിലെ രോമം പോലും അവൻ എണ്ണിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കി അവയെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അത് തിന്മയോ നന്മയോ ആകട്ടെ, ദൈവം അറിയാതെ ഒന്നും തന്നെ ജീവിതത്തിൽ സംഭവിക്കില്ല. കർത്താവെ, നീ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കില്ല എന്ന നിശ്ചയത്തോടെ ആകുല ചിന്തയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ.